ഇസ്ലാം അംഗീകരിക്കും. പക്ഷെ ഇസ്ലാം ഭയങ്കരമായിട്ട് എതിരഭിപ്രായം പറയുന്നത് എവിടെയെന്ന് വെച്ചാൽ ജീസസ് ഓഫ് നാസറത്തിനെ കുരിശിൽ തറത്ത് കൊന്നു. അതിനെ പറ്റിയിട്ട് ഇസ്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്ര ശക്തനല്ലേ, എന്റെ ഒരു ശിഷ്യനും മുഖ്യമന്ത്രി പുത്രനല്ലല്ലോ, എന്റെ ഒരു ശിഷ്യനെ യുവന്മാർ വിചാരിച്ച കുരിശിലേറ്റത് ഇതിനൊക്കെ ഞാൻ ഊതിക്കളയുമോ? കാരണം ഇസ്ലാമിക് concept of God is a very powerful figure. It's all powerful figure. ഇടക്കിടക്ക് ഖുറാനിൽ അത് ബൈബിളിൽ പറയില്ല. ബൈബിളിൽ ഇത് പറയുന്നുണ്ട്, ഈ കഥകളൊക്കെ ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും സൊദോമിന്റെയും ഗോമോറയുടെയും കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ഖുറാനിൽ പറഞ്ഞതല്ല. ഖുറാൻ ഒരു ഭീഷണിയൊക്കെയാണ് പറയുന്നത്. ആദ്യം സംഭവിച്ചത് നിനക്ക് അറിയൂലേ? ലൂത്ത് നബിയുടെ സമൂഹത്തിന് സംഭവിച്ചത് നിനക്ക് അറിയൂലേ? ഇതൊക്കെ അതിലുണ്ട്. നൂഹ് നബിയുടെ കഥ മറന്നുപോയോ എന്നൊക്കെ പറയുമ്പോ ഒരു ദേശം ഒരു സ്ട്രോങ് ആയിട്ടാണ് ഖുറാൻ പറയുന്നത്. ഇതെല്ലാ കഥകളും ഓൾഡ് ടെസ്റ്റമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുമ്പോൾ കേൾക്കാം. ഇനി വേറെ വീക്ഷണൻ ഇസ്ലാമൊന്നും ഒരുപാട് നിങ്ങൾ അറിയാൻ വേണ്ടി, മുസ്ലിമെന്ന് അറിയാൻ വേണ്ടി പറയണം. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണം, മതം മാറ്റുന്നില്ല. കാരണം അവർ ഏകദൈവ വിശ്വാസികളാണ്. കല്യാണം ഒരു പ്രശ്നമില്ല. അപ്പൊ കെട്ടിച്ചേർന്നില്ല. നമ്മൾ കെട്ടിച്ചിട്ട് മറിയാമ്മ ഓക്കെ, വെരി ഗുഡ്, മതം മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യാത്രനാഥത്ത് തുടങ്ങി കാര്യമൊക്കെ ഭാര്യമാരെ കണ്ടിട്ട് അതൊക്കെ ക്രിസ്ത്യാനികളാണല്ലോ. അതുകൊണ്ടാണ്. കാരണം അയ്യോ ഒബ്ജക്ഷൻ വരില്ലേ? ഏകദൈവ വിശ്വാസികൾ എന്നുള്ളതാണ് വിഷയം. ഇവരെ പേരൊക്കെ ഒന്നാണല്ലോ. അവിടെ പോയാൽ ഇതൊക്കെ ഈ ഈസാന്നാണ് പറഞ്ഞത്. അന്തരം ഈസാന്ന്. ഇവിടെ വരുന്നതാണ് ജീസസും യോഹന്നാനും ഒക്കെ മാറും. അപ്പൊ അങ്ങനെ അത് ഒന്ന്. പിന്നെ ഉള്ള അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ കാര്യത്തിൽ അതുള്ള ദർശനം എന്ന് പറയുന്നത് ഒരേ വ്യക്തിയെ പല കോണിൽ നിന്ന് വീക്ഷിക്കണം. മുസ്ലിങ്ങളെ വീക്ഷിക്കുന്ന രീതിയിൽ. ഇനി ജൂതന്മാരെ വീക്ഷണം. ഞാനൊരു ചെറിയ കഥ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം. ജൂതന്മാർ പറഞ്ഞെന്ന് പറയും. ഞാനും കുറെ ജൂതന്മാരാണ് അങ്ങനെ പോകും. ഞാനിതൊക്കെ പഠിച്ചത്. ഞാനെല്ലായിടത്തും പോയിട്ടുണ്ട്. ഈ നാസറത്തും ഗലീലിലും ഒക്കെ പോയി. അപ്പൊ ഞാനും ജൂതന്മാരൊക്കെ തോന്നും, ഒരു സ്ത്രീ ജൂത കയ്യില് ഇതിന് ഇങ്ങനെ ഓരോന്ന് ഫിത്തന പറയാം ജീസസിനെ പറ്റി. ഇവര് ജൂതമതത്തിൽപ്പെട്ടാണ്. അപ്പൊ ഒരു അമ്മച്ചി ആവും, അവര് വളരെ ഭക്തിയായിട്ട് പോയിട്ടുണ്ട്. അത് ചോദിച്ച്, എന്റെ വീട് നിങ്ങൾ ഈ കർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയണം, മോശം എടുത്തു വയ്ക്കുന്ന ഈ സ്ത്രീ പറയണം. നിങ്ങളിതിനെ പറ്റി ബോധമാണ്. അയാളാരാ? ജീസസ് നാസറത്ത്. അയാൾ ഏത് വംശത്തിൽപ്പെട്ട? അയാളെ ജൂ. അപ്പൊ ഞാൻ ഞങ്ങളുടെ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നു, അയാളെ കുറിച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്റെ മുന്നിലാണ് അവരുള്ള റീപ്ലേസ് ചെയ്ത് സംഘം. എന്നിട്ട് എന്നെ ഗൈഡാക്കി ആ മറ്റുള്ളവർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ ഫൈനുള്ള ക്രോസും ഇതെല്ലാം നമുക്ക് ഇതൊക്കെ അറിയാനുണ്ട്. പോലീസ് അക്കൗണ്ട് അറിയുന്നുണ്ട്. ഞാനെ പറ്റി ഗൈഡാക്കി ഈ കച്ചവടം ഈ USA. അപ്പൊ ജൂതമതത്തെ സംബന്ധിച്ചിടത്തോളം only he is heretic. മറ്റേ വാക്ക് പറയാം, he is heretic. They do not recognize him at all. അവർ recognize him. ഇനി അവസാനം വരുമ്പോൾ ഉള്ളത് ജീസസ് ഓഫ് നാസറത്തിനെ നമ്മൾ ചരിത്രപരമായിട്ട് ശ്രീരാമനെ പറ്റിയിട്ടും ശ്രീകൃഷ്ണനെ പറ്റിയും ചരിത്രപരമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ് ഇസ് പ്രീ ഹിസ്റ്ററി. ഹിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടേ വരും. സെറ്റ് ഓഫ് ബിലീഫ്സ് ഉണ്ട്. അതിപ്പോ നമ്മുടെ ബിലീഫ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഗബ്രിയേൽ, അതൊരു ബിലീഫാണ്. നടക്കും. അല്ലെങ്കിൽ ഈവൻ അബ്രഹാം ഒരു ബിലീഫാണ്. അബ്രഹാമിനെ പറ്റിയിട്ട് ചരിത്രപരമായിട്ട് ഒരു രേഖയില്ല. ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ബട്ട് അബൌട്ട് ജീസസ് ഓഫ് നാസറത്ത് ആൻഡ് മുഹമ്മദ് there is an evidence. ഒരു സംശയമാണ്. ഇവിടെ എവിഡൻസ് ഉണ്ട്, വ്യക്തമായിട്ട് എവിഡൻസ് ഉണ്ട്. സോ എന്താണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ, ഇൻ ദി എറ ഓഫ് ദി എംപറർ ഓഗസ്റ്റസ് സീസർ they lived in the province of Judea, which was under the Roman governor Pontius Pilate and ruled by Emperor Herod, a preacher born of a shepherd Joseph, who is called Jesus of Nazareth. He was considered a heretic by the Jews, and on the request of the Jews, then the governor Pontius Pilate ordered him to be crucified. Then he founded a new religion called Christianity. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതില് ഒരുപാട് വീക്ഷണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് ജീസസ് നാസറത്ത്. അപ്പൊ ജീസസ് നാസറത്തിൽ വിപ്ലവകാരിയായിരുന്നു അല്ലേ നമ്മളോട് ജഗന്മേനൊരു സംഭവം. അദ്ദേഹം വിപ്ലവകാരിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ജീസസ് നാസറത്ത് ഒരു വിപ്ലവകാരി, ഒരു സംശയം. കാരണം അദ്ദേഹം വിപ്ലവകാരി അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പോണ്ടിയസ് പിലാറ്റിന് മുന്നിൽ പോയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇതൊക്കെ വെറുതെ പറയണോ,
മനസ്സിലായത്. ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ റോമ സാമ്രാജ്യത്തിനെതിരായിട്ട് യുദ്ധമതത്തിനെതിരായിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് അദ്ദേഹത്തിന് പറഞ്ഞിട്ട് മനസ്സിൽ എത്രയോ ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹത്തിന് കിട്ടി കുരിശിൽ നിന്ന് ഇറങ്ങാനായിട്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു കൺക്ലൂഷൻ ചിലപ്പോ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് എന്നൊരു പറഞ്ഞാലാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. എന്താണ് ഈ ജൂതമതത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ മതത്തെ ഒന്നും കൂടെ ശുദ്ധീകരിച്ച് പ്രചരിപ്പിക്കുക മനുഷ്യരാശിക്ക് വേണ്ടി. ഇവർ പൊതുക്കി വെച്ചിരിക്കണം കനായ ദേശവും പലസ്തീനും ഒക്കെ. അതിൽ നിന്ന് മനുഷ്യരാശിക്ക് ആളുകളൊക്കെ അപ്പൊ അതിലൊക്കെ ഗുണം എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ ചാതുർവർഗത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള മതങ്ങൾ ഇസ്ലാം തീർച്ചയായിട്ടും ഇവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്ക് ഗുണമുണ്ടായി. കാരണം ചിലപ്പോൾ ഞാൻ തന്നെ ഇത്ര ചങ്കൂരത്തോടുകൂടെ നിൽക്കുന്നതിനുള്ള കാരണം അന്ന് മതം മാറിയതുണ്ടാവാം. അതിന് പകരമായിട്ട് ഏതെങ്കിലും ശൂദ്രകുടുംബത്തിൽപ്പെട്ടാണ് ഇത്ര ധിക്കാരം നമുക്കുണ്ടാവില്ല. അറിവൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ അടിച്ചു പറയാനുള്ള ഒരു മനസ്സാക്കിയിട്ടുണ്ടാവില്ല. ആ ഒരു കോൺഫിഡൻസ് സമൂഹത്തെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ആണ് OBC ഒക്കെ ഏറ്റവും കുറവായിട്ടുള്ളത്. ഞങ്ങൾ പറയാൻ SC ST അറിയാമോ ഒരു കോംപ്ലക്സ് ഉള്ളത്. ആ കോംപ്ലക്സ് ഇല്ലാതാക്കുന്നത് ഈ രണ്ട് മതങ്ങളും വലിയൊരു റോഡ്. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യരാശിയെ ഏകീകരിക്കുന്നത് ഗോത്രങ്ങൾക്ക് അതീതമായിട്ട്, രാജ്യങ്ങൾക്ക് അതീതമായിട്ട്, ജാതികൾക്ക് അതീതമായിട്ട് ഏകീകരിക്കുന്നതിൽ ജീസസ് ഓഫ് നാസറത്ത് പ്ലേ ചെയ്തിട്ടുള്ള